അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. സ്വദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. സ്നേഹാദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ബഹുമാന്യ സഹപ്രവർത്തകൻ കൂടിയായ OPM അഷ്റഫ് മൗലവി, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ അബൂബക്കർ മൗലവി, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ നൗഫൽ ഫൈസി, പ്രാർത്ഥന നിർവഹിച്ച നാസർ ദാരിമി, ബഹുമാനപ്പെട്ട സുബൈർ മാസ്റ്റർ, ഹുസൈൻ ഹാജി, സയ്യിദ് ഫിർദൗസ് തങ്ങൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മധീരരായ നേതാക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പ്രാധാന്യവുമൊക്കെ എൻ്റെ പ്രിയ സഹപ്രവർത്തകർ വളരെ വിശദമായി നിങ്ങളോട് അവരുടെ പ്രഭാഷണങ്ങളിൽ ബോധ്യപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ലളിതവും പരിമിതവുമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് നിർവഹിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ കരണീയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാന്ദർഭികമായ കാര്യഗൗരവപരമായ ഏതാനും ചില വസ്തുതകളിലേക്ക് മാത്രം നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളക്കരയിലെ മുസ്ലിം ബഹുജന സാമാന്യത്തിൻ്റെ നാളിതുവരെയുള്ള നവോത്ഥാന സംരംഭങ്ങളെക്കുറിച്ച് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. കേരളത്തിലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയതും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മറ്റു ജനവിഭാഗങ്ങൾക്ക് മാതൃകയാകാൻ അവസരമുണ്ടായതും പണ്ഡിത നേതൃത്വവും അവരെ അനുസരിക്കുന്ന ഒരു സമൂഹവും ഇവിടെ ഉണ്ടായി എന്നതുകൊണ്ടാണ്. ഈ കെട്ടുറപ്പും ആദരവുമാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം. ആ രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഒരുമിച്ച് നിർത്തുവാനും കൊണ്ടുപോകാനും ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. അനിവാര്യതയുടെ ഒരു സൃഷ്ടിയാണ് സമത്ത എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ജനങ്ങളെ പ്രസ്ഥാനവൽക്കരിക്കുന്നതിനോ പ്രാന്തവൽക്കരിക്കുന്നതിനോ ഏതെങ്കിലും ആളുകൾക്ക് നേതൃപദവി കൈയടക്കുന്നതിനോ വേണ്ടി നമ്മുടെ കേരളത്തിൽ ആവശ്യമില്ലാത്ത സമയത്ത് ഉത്ഭൂതമായ ഒരു സംഘടനയല്ല സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. പ്രത്യേകിച്ച് നമുക്കറിയാം, കാലിക സാഹചര്യം ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിൽ പിറവിയെടുത്തിട്ടുണ്ട്, ഇനി പിറവിയെടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇന്നലെ വരെ രാഷ്ട്രീയത്തെ എതിർത്തിരുന്ന ആളുകൾ ഇനി പുതിയ രാഷ്ട്രീയ സിദ്ധാന്തവുമായി കടന്നു വരാൻ സമയം പാർത്ത് ഇരിക്കുന്നു. ചില ആളുകൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ പുതിയ സംഘടനകളും പുതിയ ചിന്താധാരകളും നമ്മുടെ കേരളത്തിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന ഒരു ചർച്ച പോലും നടത്തുന്നതിന് പകരം അത് പ്രഖ്യാപിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രാഷ്ട്രീയ സംഘടന വേണമോ? അതൊരു ചോദ്യമാണ്. ഇനിയൊരു ഭിന്നിപ്പ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുണ്ടോ? അതൊരു ചോദ്യമാണ്. പക്ഷേ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ നമ്മുടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അത്തരമൊരു ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ലാത്ത വിധം കേരളത്തിലെ ജനങ്ങൾ സംഘടനാവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ആ ഒരവസ്ഥയാണ് അന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കൊരു സംഘടനയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു എന്ന ചോദ്യത്തിൻ്റെ മറുപടി
അന്ന് നിലനിന്നിരുന്ന ആ സാമൂഹ്യ ചുറ്റുപാട് പരിവർത്തിതമാക്കുമാറ് ചില പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു എന്നതുകൊണ്ടാണ്. പഴയകാല സമൂഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴറിയാം, മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാരൊക്കെ സഗൗരവം എഴുതി വെച്ച കുറേ സത്യങ്ങളുണ്ട്. എങ്ങനെ ഇവിടെ ഇസ്ലാമിൻ്റെ പ്രബോധനം വളരെ ഭംഗിയായി നടന്നു. അതിനവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളിൽ ഒന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃ അനുസരണ മനോഭാവമാണ്. രണ്ടാമത്തെ ഒന്ന് മുസ്ലിങ്ങളുടെ വിശുദ്ധ വ്യക്തിത്വമാണ്. മൂന്നാമത്തെ ഒന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പുരോഗമനപരമായ കാഴ്ചപ്പാടാണ്. ഇത് ഒരുപാട് ചരിത്രകാരന്മാർ നമ്മുടെ സമൂഹത്തിൽ സൈദ്ധാന്തികമായി സമർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് വളരെ നന്നായി പഠിച്ച വ്യക്തികളാണ് ടോട്ടൻഹാമിനെ പോലുള്ള സ്റ്റീഫൻ ഫെഡറിക് ഡേലിനെ പോലുള്ള ആളുകളൊക്കെ. ആ നിരയിൽപ്പെട്ട ആളാണ് റോബർട്ട് ഹാർഗ്രേവ്, റൊണാൾഡ് മില്ലർ. അവരൊക്കെ മലബാറിലെ മുസ്ലിങ്ങളുടെ സമരവീര്യത്തെക്കുറിച്ച് വളരെ നന്നായി പഠിച്ചവരാണ്. മലബാറിലെ മുസ്ലിങ്ങളുടെ സമരവീര്യത്തെക്കുറിച്ച് പഠിച്ച ഇതേ ആളുകൾ ഈ സമരവീര്യത്തെക്കുറിച്ച് വിലയിരുത്തുകയും എഴുതുകയും ചെയ്ത അതേ പണ്ഡിതന്മാർ അഥവാ ചരിത്ര പണ്ഡിതന്മാർ ഇസ്ലാമിക പ്രബോധനത്തിന് എങ്ങനെയാണ് കേരളത്തിൽ ആക്കമുണ്ടായത് എന്നെഴുതുമ്പോൾ അന്നത്തെ സമൂഹത്തിൻ്റെ ഈ ചെറുത്തുനിൽപ്പിൻ്റെ രീതിശാസ്ത്രമോ അതല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ച സമരവീര്യമോ ആയിരുന്നില്ല ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് ആക്കം കൂട്ടിയത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിന് ആക്കം കൂട്ടിയത് അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പാണ്. മലബാറിലെ മാപ്പിളമാരുടെ സമരവീര്യത്തെക്കുറിച്ച് നന്നായി എഴുതിയ, ആധുനിക ചരിത്രം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതിയ ബഹുമാന്യനായ മില്ലർ സാഹിബ് തൻ്റെ ദ മാപ്പിളാസ് ഓഫ് മലബാർ എന്ന പുസ്തകത്തിൽ വളരെ കാര്യഗൗരവത്തോടുകൂടി മലബാറിലെ മുസ്ലിങ്ങളുടെ ഉദ്ധാന ചരിത്രം എടുത്തിട്ടുണ്ട്. അദ്ദേഹം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം, അന്നത്തെ മുസ്ലിങ്ങൾക്ക് ഒരു നേതൃ അനുസരണ മനോഭാവം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ പണ്ഡിത നേതാക്കളും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായ മഹാന്മാരും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരപ്പടി അംഗീകരിക്കുമായിരുന്നു. അത് അതേ രീതിയിൽ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പണ്ഡിതന്മാരെ ആശ്രയിക്കുമായിരുന്നു. ആ പണ്ഡിതന്മാരൊരു തീരുമാനം പറഞ്ഞാൽ അവരത് അംഗീകരിക്കുമായിരുന്നു. ആ പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തിൻ്റെ പദം പ്രയോഗിച്ച് റിലീജിയസ് സയൻസ് എന്നാണ്. സയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുണ്യവാളൻ. ക്രൈസ്തവ സമൂഹം വ്യാപകമായി ഉപയോഗിക്കുന്ന സെന്റ് എന്ന പദം മതപരമായി നമ്മുടെ സമൂഹത്തിലുള്ള അത്തരം വിശുദ്ധന്മാരെ ആശ്രയിച്ചിരുന്നു. അതിൽപ്പെട്ട വലിയ സയ്യിദ് കുടുംബത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നപരിഹാരത്തിന് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കരാറോ ഒരു വാക്കോ പറയുമ്പോൾ അവരന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പദത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്നു. മമ്പുറത്ത് തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടോ അതുപോലെ ഏതെങ്കിലും പ്രമുഖരെ സാക്ഷി നിർത്തിക്കൊണ്ടോ ഒരു കാര്യം പറഞ്ഞാൽ അത് പാലിക്കുക എന്നത് അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഗൗരവതരമായ സ്വഭാവമായിരുന്നു. മില്ലർ സാഹിബ് അങ്ങനെ തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, ബൈ ദ ഫുട്ട് ഓഫ് മമ്പുറന്നങ്ങൾ ഈസ് എ സേക്രഡ് സീൽ ഓഫ് എ മാപ്പിള കോൺട്രാക്ട് എന്നൊരു പദം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കാണാം. ബൈ ദ ഫുട്ട് ഓഫ് മമ്പുറന്നങ്ങൾ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അതൊരു സേക്രഡ് സീലാണ്. ഒരു മാപ്പിള കോൺട്രാക്റ്റിൻ്റെ സേക്രഡ് സീൽ ഓഫ് എ മാപ്പിള കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു മാപ്പിളയും മറ്റൊരു മാപ്പിളയും ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിലൊരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കരാറ് പറയുമ്പോൾ അത് കല്യാണത്തിൻ്റെ കാര്യമാകട്ടെ, ഇടപാടിൻ്റെ കാര്യമാകട്ടെ, അതല്ല അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വിഷയമാകട്ടെ, ബൈ ദ ഫുട്ട് ഓഫ് മമ്പുറന്നങ്ങൾ, മമ്പുറത്ത് തങ്ങളെ കാലാണേ എന്ന് പറഞ്ഞാൽ ആ കരാർ പിന്നെ അവർ ലംഘിക്കില്ല. ആ വാചകത്തിൽ നമുക്ക് ഉത്ഭൂതമായി കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അത്രയും വലിയ നേതൃനുസരണ മനോഭാവം അന്നത്തെ ജനസമൂഹത്തിനോട് വ്യക്തമായി നിലനിന്നിരുന്നു. ആ മനോഭാവത്തെ എതിർത്തുകൊണ്ടാണ് 1921 നമ്മുടെ സമൂഹത്തിൽ നവീന ചിന്ത കടന്നു വന്നത്. അവരിവിടെ പ്രകടിപ്പിച്ച ഏക ആശയം ഈ ആദരവിനെതിരെയുള്ള ഒരു ചിന്തയാണ്. എല്ലാവരും ഒരുപോലെയാണ്, പ്രവാചകർ പോലും മനുഷ്യരൊക്കെ ഒരുപോലെയാണ് എന്നൊരു ചിന്ത പരത്തി ജനങ്ങളെ മുഴുവൻ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ആദരവിൻ്റെ ബാലപാഠം പോലും നശിപ്പിക്കുന്ന ഒരു പ്രവണതയും പ്രക്രിയയുമാണ് അന്ന് ഇവിടെ ഉണ്ടായത്. അപ്പോഴാണല്ലോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ രംഗത്ത് വരുന്നത്. ആദരവ് സമൂഹത്തിൽ നിലനിർത്തുക എന്ന ഉത്തമ ലക്ഷ്യവുമായിട്ടാണ് സമത്വ നിലവിൽ വരുന്നത്.
ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ ഇന്നേ വരെ പഠിപ്പിച്ച പാഠം ഈ ജനസമൂഹത്തിന് ആദരിക്കേണ്ടവരെ ആദരിക്കാനുള്ള ഒരു പാഠം നൽകുക എന്നതാണ്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ